പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ആണ്. തിയോളജി ഇന്നും കൂടെ എടുക്കും. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ശക്തമായി തന്നെ ഇന്നും ഉപയോഗിക്കേണ്ടതിനായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാട്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. വാഴ്ത്തുന്ന കർത്താവേ, സ്വർഗ്ഗസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, വീണ്ടും കർത്താവിന്റെ പാദപ്പെടുത്ത് കർത്താവേ, സ്തോത്രം. അവിടുത്തെ മക്കളാവ് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി അനുഗ്രഹപ്പെട്ട കർത്താവ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഹാലിയിലെ കർത്താവ് അതിനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന കർത്താവ് സ്വത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ കർത്താവിന്റെ കരുത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹാലിയിലെ കർത്താവ് പഠിപ്പിക്കും കർത്താവ് സ്വാത്ത ഹാലിയിലെ കർത്താവ് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ മർമ്മങ്ങളെ കർത്താവ് സ്വർഗം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ സ്വത്ത ഹല്ലേലൂയ കർത്താവ് സ്വർഗം ദാസന കർത്താവ് കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവ് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കണം. കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമേ കർത്താവ്. പ്ലേറ്ററിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും കർത്താവ് സ്തോത്ര കർത്താവ് പഠിപ്പിക്കുന്ന എല്ലാ കർത്താവകർത്താസന്മാരൊക്കെ കൂടി കർത്താവിന്റെ കാര്യം ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹിക്കണം. മാനിക്കാൻ കടന്നു വന്ന കർത്താവ് ദേവദാസന്മാരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവ് അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണം. കർത്താവ് ഷാജി പാസ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലാലു പാസ് ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. കർത്താവ് ഇങ്ങനെ ഒരു കർത്താവ് ആലേലിയ കർത്താവ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നിർത്തുവാൻ തക്കണം കർത്താവ് കൊടുത്ത ആലോചനക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവ് സ്തോത്ര ആലേലിയ ഒരിക്കൽ കൂടി അടിയങ്ങളെയും കർത്താവിന്റെ പാദപൂർത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമർപ്പണത്തോടായിരിക്കാൻ കൃപ ചെയ്യണം. പ്രാർത്ഥന കേൾക്കുന്ന സ്വത്ത് മഹത്വം ചേർക്കണം. കർത്താവ് യേശുവിന്റെ വലിയ നാമം തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. വിശേഷാൽ ഈ ബൈബിൾ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ലാലു ജേക്കബ്, വിവിധ സോണുകളിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സമയം അറിയിക്കുന്നു. നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകി. അതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിയോളജിയുടെ ഭാഗങ്ങളിൽ 10ാമത്തെ സെക്ഷനാണ് എസ്കറ്റോളജി, അന്ത്യകാല ശാസ്ത്രം അല്ലെങ്കിൽ ഭാവികാല ശാസ്ത്രം. അതാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. വളരെ ദീർഘമായ ഒരു ടോപ്പിക് തന്നെയാണ്. ഞാൻ വളരെ ഷോർട്ടായി വളരെ വേഗം അങ്ങ് പറഞ്ഞ് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സമയത്തിൻ്റെ ലഭ്യതയുടെ കുറവ് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇന്നും നമുക്കിങ്ങനെ ഒരു അവസരം കൂടെ ലഭിച്ചത് കൊണ്ട് ഞാനത് വളരെ വേഗം ഓക്കെ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം തന്നെയാണ്. ബിബ്ലിക്കൽ കോൺസെപ്റ്റ്സ്, മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ പോകുന്നതെന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട്. ഇനി ഞാൻ അതിലേക്ക് സമയം കളയില്ല. നമ്മൾ ഇപ്പോൾ മരിച്ചാൽ സ്വർഗീയ പർദീസായിലേക്കാണ് നമ്മൾ പോകുന്നത്. അഥവാ നമ്മുടെ മൺമറഞ്ഞു പോയവരെല്ലാം പോയിരിക്കുന്നത് ഹെവൻലി പാരഡൈസിലേക്കാണ്. അതെവിടെ? 3ാം സ്വർഗത്തിൽ. അവിടെ പർദീസ ഞാൻ കണ്ടു എന്ന് പൗലോസ് പറയുന്നു. അതിൽ നിന്നാണ് ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജനറൽ എസ്കറ്റോളജി എന്ന സെക്ഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ 1ാമത്തെ പാഠം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രഹസ്യവരവാണ്. രഹസ്യവരവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്പർ 2, സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ചാണ്. സത്യത്തിൽ രണ്ടും ഒരുമിച്ച് നടക്കുന്ന സംഭവമാണ്. യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ്, സഭയുടെ ഉൽപ്രാവണം, റാപ്ചർ. അപ്പോൾ തന്നെ ഞാൻ അതിനടിയിൽ എഴുതി ചേർത്തിരിക്കുന്നത് പ്രീ ട്രിബുലേഷൻ റാപ്ചർ, മിഡ് എന്ന് എഴുതിയുള്ളെങ്കിലും മിഡ് ട്രിബുലേഷൻ റാപ്ചർ, പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ ആൻഡ് പാർഷ്യൽ
റാപ്ചർ എന്ന് 4 വിധത്തിലുള്ള റാപ്ചറുകളെ കുറിച്ചുള്ള ചിന്താഗതികളുണ്ട്. പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറഞ്ഞാൽ മഹോപദ്രവത്തിന് മുൻപുള്ള ഉൽപ്രാവണം. അപ്പൊ മഹോപദ്രവത്തിന് മുൻപ് ഉൽപ്രാവണം നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുള്ളപ്പോൾ തന്നെ മഹോപദ്രവത്തിന്റെ മധ്യഭാഗത്തിൽ മാത്രമേ ഉൽപ്രാവണം നടക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ധാരാളം ക്രിസ്തീയ സമൂഹങ്ങളുണ്ട്. അവരെയാണ് മിഡ് ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയും. അപ്പോൾ തന്നെ മഹോപദ്രവം കഴിഞ്ഞാണ് യേശുക്രിസ്തുവിന്റെ വരവെന്ന് വിശ്വസിക്കുന്നവരെയാണ് പോസ്റ്റ് ട്രിബുലേഷൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ പാർഷ്യൽ റാപ്ചർ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഭാഗികമായ ഉൽപ്രാവണം. എല്ലാവർക്കും ഉൽപ്രാവണം സംഭവിക്കുന്നില്ല, ഒരു ഭാഗികമായ ഉൽപ്രാവണം മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ പാർഷ്യൽ റാപ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഭാഗിക ഉൽപ്രാവണം. അപ്പം മഹോദരവത്തിന് മുൻപ് ഉൽപ്രാവണം, മഹോദരവത്തിന് മധ്യത്തിൽ ഉൽപ്രാവണം, മഹോദരവത്തിന് ശേഷം ഉൽപ്രാവണം, ഭാഗിക ഉൽപ്രാവണം. ഇങ്ങനെയുള്ള ചിന്താഗതികൾ ധാരാളം ഇന്ന് സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കണ്ട. നമ്മൾ വിശ്വസിക്കുന്നത് മഹോദരവത്തിന് മുൻപുള്ള റാപ്ചറിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് സഭ ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം മാത്രമേ മഹോദരം ആരംഭിക്കുന്നുള്ളൂ. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാകഷ്ടകാലം. 4-മത്തേത് പറഞ്ഞു ഹ്യൂമാനിറ്റി ഡിവൈഡ്, മനുഷ്യവർഗം വിഭജിക്കപ്പെട്ടു പോകുകയാണ്. 144,000. അപ്പോൾ തന്നെ പല സെക്ഷനായിട്ട് മനുഷ്യവർഗം വിഭജിക്കപ്പെടുന്നു. ചിലർ രക്തസാക്ഷികളായിട്ട് മാറ്റപ്പെടുന്നു. ഇങ്ങനെ ഒത്തിരി വിഭാഗങ്ങളായിട്ട് മാറും. അതിനെക്കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻഡ് ഓഫ് ദി ഫോൾസ് റിലീജിയൻ, വ്യാജ മതങ്ങളുടെ അന്ത്യം. അത് വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിലാണ്. ദെൻ എൻഡ് ഓഫ് ദി വേൾഡ് ട്രേഡ്, വാണിജ്യ മേഖലയുടെ അന്ത്യം വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലാണ്. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ന്യായാസനം. അത് ഞാൻ 7-ാമതിന് കാരണം സത്യത്തിൽ അത് നമുക്ക് 3-ാമത്തേതായിട്ട് വേണം ചേർക്കാം. അതായത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം മധ്യാകാശത്തിൽ വയ്ക്കുന്ന ന്യായാസനത്തിന്റെ പേരാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. അത് 2-5-10 അതായത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുന്ന അതിനെയാണ് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അവിടെ നമ്മുടെ പ്രതിഫലം വാങ്ങിക്കുന്ന സ്ഥലമാണ്. അപ്പം ഗ്രേറ്റ് ട്രിബുലേഷൻ കഴിഞ്ഞ എൻഡ് ഓഫ് ദി ഫോൾസ് റിലീജിയനും വേൾഡ് ട്രേഡും ഞാൻ എഴുതിയതിന് ശേഷം എഴുതിയതിന്റെ കാര്യം, ഗ്രേറ്റ് ട്രിബുലേഷൻ മുതൽ 6-ാമത്തെ കാര്യം വരെ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യം. എന്നാൽ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് മധ്യാകാശത്തിൽ വെച്ച് നടക്കുന്ന കാര്യമാണ്. ദെൻ ക്രൗണിങ് ഓഫ് ദ ലാംബ്, അതും മധ്യാകാശത്തിൽ വെച്ച് നടക്കുന്ന കാര്യമാണ്. കുഞ്ഞാടിന്റെ കിരീടധാരണം, അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിലാണ് അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നെ വെഡിങ് ഓഫ് ദ ലാംബ്, കുഞ്ഞാടിന്റെ കല്യാണം, അത് വെളിപ്പാട് 19-7 അതിനുശേഷം നമ്മൾ പറഞ്ഞു നിർത്തിയത് അർമഗദോൻ യുദ്ധം. അർമഗദോൻ യുദ്ധവും യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷം. ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവരുത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള വേദവാക്യങ്ങളിലാണ് ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുമാണ്. പെട്ടെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയോ, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയല്ലേ ആദ്യം, അതിനുശേഷമല്ലേ ഹർമഗദോൻ വാർ? തീർച്ചയായിട്ടും. എന്നാൽ ഞാൻ അങ്ങനെ എഴുതാൻ കാരണം മഹോപദ്രവത്തിന്റെ എൻഡ് എന്ന് പറയുന്നത് 7 വർഷമേ ഉള്ളൂ മഹോപദ്രവകാലം. ആ മഹാകഷ്ടകാലത്തിന്റെ എൻഡ് എന്ന് പറയുന്നത് അതിഭീകര യുദ്ധത്തിലേക്ക് ആണ് എൻഡ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ ഇസ്രയേൽ ഒറ്റപ്പെടുകയാണെന്ന് ഓർക്കുക. ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്ക ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ഇസ്രയേലിനോട് എതിരായി സകല ജാതികളും തിരിയുന്ന ഒരു നിമിഷം ഉണ്ടാകും. എപ്പോൾ? മഹോപദ്രവത്തിന്റെ എൻഡിൽ ഇസ്രയേൽ ഒറ്റപ്പെടുകയാണ്. ഇസ്രയേൽ ഒറ്റപ്പെടുന്നു,
സകലരും ഒരുമിച്ച് ചേരുന്നു. അങ്ങനെ സകലരും ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനെ പരാജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിമിഷത്തിലേക്ക് വരുന്ന ഒരു യുദ്ധമാണ് ഈ ഹർമഗദോൻ വാർ. ഈ ഹാർമഗദോൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. പുസ്തകത്തിനകത്ത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. അതിനുശേഷമാണ് ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതും ഒരുപോലെ നടക്കുന്നു. കാരണം യേശു ക്രിസ്തു രഹസ്യപരവും സഭയുടെ ഉൾപ്രാവണവും എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ പരസ്യവരവിൽ പുതിയ നിയമ സഭയാകുന്ന നമ്മളും യേശുവിന്റെ കൂടെ ഉണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരികയാണ്. യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ യേശു വന്ന് കാലുകുത്തുന്നത് ഒലിവുമലയിലായിരിക്കും. അപ്പൊ ഒലിവുമല രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. അവിടെ ഒരു താഴ്വര ഉണ്ടാകുന്നു. ഉണ്ടോ? അപ്പൊ ഹർമഗദോൻ വാറ് അതിശക്തമായി നിൽക്കുന്ന സമയമാണത്. എന്നാൽ അതിനെക്കുറിച്ച് 2 വാക്യങ്ങൾ ഞാൻ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കൊക്കെ എപ്പോഴും അറിയാവുന്നതാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള വേദവാക്യങ്ങൾ ദയവായി. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിനെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ദൂതന്റെ ശബ്ദം കേൾക്കുന്നു. അല്ലെ, ദൂതൻ വിളിച്ചു പറയുന്നു. ഇനി 10 മുതൽ 21 വരെ കൂടെ വായിച്ചാൽ. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുൻപാകെ ഞാൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്നു സകല പക്ഷികൾക്കും തൃപ്തി വന്നു. 19-ാം വാക്യത്തിൽ കണ്ട കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിനു മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന് മുദ്ര ഏൽപ്പിക്കുമെന്ന് പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞ ഹാർമഗദോൻ വാർ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് വെള്ളക്കുതിരപ്പുറത്താണ്. 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ് നമ്മൾ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവൻ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ നേരെ 16 വരെ നിങ്ങൾ ശതമായി വായിച്ചാൽ മതി. പിന്നീട് രാജാതിരാജാവ് കർത്താതി കർത്താവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. രക്തം തളിച്ച അത് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ഇത് സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പൊ ഈ യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത പുതിയ നിയമസഭയുമുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നു ഉണ്ടോ. അപ്പോൾ ഇവിടെ യുദ്ധം റെഡിയായി നിൽക്കുകയാണ്. ആ രംഗം നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടാൽ മതി. അപ്പോഴത്തേന് ഈ ആകാശത്ത് അല്ലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ കൂടെ വന്ന വിശുദ്ധന്മാരായ നമ്മളോടും കൂടെ ആ യുദ്ധം അങ്ങ് തിരിയുക. നോക്കിയോ 19. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ ഈ യുദ്ധത്തിന്റെ പേരാണ് ഹർമഗദോൻ വാർ. എന്നാൽ ഈ യുദ്ധത്തിന് എന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മൃഗത്തെയും കള്ളപ്രവാചകനെ പിടിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലിട്ടു, ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് കൊന്നു എന്നെഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ യുദ്ധം നടക്കുമെന്നും
ആ യുദ്ധത്തിന്റെ കോൺസിക്വൻസ് വരെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ മഹോപദ്രവകാലത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? മഹോപദ്രവകാലത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് സമയമില്ല, ഞാൻ ഓടിച്ചു പറഞ്ഞു. ഇന്ന് ഞാൻ അത്ര ഓടിച്ചു പറയാനേ പറ്റുള്ളൂ. ഈ മഹോപദ്രവകാലം എന്ന് പറയുന്ന 7 വർഷം ഈ ഭൂമിയിൽ, മഹോപദ്രവകാലം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രാരംഭ സമയം മഹോപദ്രവമായിട്ട് തോന്നില്ല. കാരണം ഈ ദൈവമക്കളല്ലേ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പോകുമല്ലോ, സഭ അങ്ങ് പോകും. സഭ എന്ന് ഞാൻ പറയുമ്പോൾ വിശുദ്ധന്മാരായി ജീവിക്കുന്നവർ ഇവിടുന്ന് മധ്യാകാശത്തിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോഴത്തേന് ഇവിടെ ഒത്തിരി വീടുകളും കാറുകളും ഒക്കെ അൺമാൻഡായിട്ട്, ആളില്ലാതെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും ഗവൺമെന്റിന്. കാരണം ആളില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം ഗവൺമെന്റ് കട്ടുകിട്ടും. എന്നിട്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കും. അതുകൊണ്ട് മഹോപദ്രവകാലത്തിന്റെ ആരംഭകാലം ഉപദ്രവമാണെന്നൊന്നും കരുതരുത്. മഹോദരകാലം ഏറ്റവും സമാധാനകരമായ കാലമായിരിക്കും, പ്രാരംഭം, തുടക്കം. അപ്പൊ ആൾക്കാർ അന്യോന്യം സമ്മാനം കൊടുക്കും. അതൊക്കെ വിശദമായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ വെളിപ്പാട് 6-ാം അധ്യായം 1 മുതൽ ഈ 18-ാം അധ്യായത്തിൽ ലാസ്റ്റ് വരെ ശാന്തമായിട്ട് വീട്ടിൽ ചെയ്തതായ മുഴുവൻ മഹോദരമൊന്നുമല്ല. ആരംഭ കാലഘട്ടങ്ങളിൽ വളരെ സന്തോഷമാണ്. നയതന്ത്രജ്ഞനായ നേതാവാണ് സത്യത്തിൽ ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നയാള്. നയതന്ത്രജ്ഞനായ നേതാവാണ്. എതിർ ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ഒരു ചെറിയ കൊമ്പെന്ന് ദാനിയേൽ ഉപയോഗിച്ചിട്ടുണ്ട്. വരുവാനുള്ള പ്രഭു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ശൂന്യമാക്കുന്നവനെന്ന് എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. 4, നിന്ദ്യനായ ഒരുവനെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 5, ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന രാജാവെന്ന് ഈ ആന്റി ക്രൈസ്റ്റിനെ എതിർ ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 6, തുമ്പുകെട്ട ഇടയനെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഈ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ്. നാശയോഗ്യനെന്ന് 7 എഴുതിയിട്ടുള്ളത് ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ്. അധർമ്മമൂർത്തി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്. നിയമരഹിതനായവൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 10, സ്വാർത്ഥതാമൂർത്തി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 11, എതിർ ക്രിസ്തു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 12, മൃഗം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആന്റൈ ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടത്തെയാണ് മഹോദരകാലം എന്ന് പറയുന്നതെങ്കിലും ആരംഭത്തിൽ നയതന്ത്രജ്ഞനായ ഒരു നേതാവായി, ഫോർ എക്സാമ്പിൾ പറയാം, 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറയാം. ഇപ്പം ഇസ്രയേലിലും ഇറാനിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ലോക നേതാവ് വന്നു എന്ന് വിചാരിച്ചേ. ഒരു ലോക നേതാവ് വന്ന് ഇസ്രായേലിലെ നെതന്യാഹുവിനെ കണ്ടു, ഇറാനിലെ ആളിനെയും കണ്ടു, ട്രംപിനെയും കണ്ടിട്ട് ഒരു സമന്വയത്തിൽ, ഒരു സമവായം വെച്ച് ഇന്ന് ഈ പ്രശ്നം പരിഹരിച്ചാൽ ആ വ്യക്തിയെ ലോകം അംഗീകരിക്കുകയില്ലേ? 100% അംഗീകരിക്കും. അങ്ങനെ വരുന്ന ഒരു നയതന്ത്രജ്ഞനായ നേതാവ് ആയിരിക്കും ആന്റി ക്രൈസ്റ്റ്. അല്ലാതെ സാത്താൻ അല്ല ആന്റി ക്രൈസ്റ്റ്, ഒരു മനുഷ്യനാണ്. അതേ ഒരു രാഷ്ട്രീയ നേതാവാണ്, അതേ ഒരു നയതന്ത്രജ്ഞനാണ്, അതേ ഒരു രാഷ്ട്ര നേതാവായിരിക്കും. അതുകൊണ്ടൊക്കെയാ പല ചില അഭ്യൂഹങ്ങളൊക്കെ വേറെ പലരെ കുറിച്ചും പറയുന്നത്. അത് ഞാൻ പറയത്തില്ലാത്തതിന്റെ കാര്യം അത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു നയതന്ത്രജ്ഞനായ നേതാവ് വരും. അദ്ദേഹം വന്നു കഴിയുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് കിട്ടും, ഇസ്രായേലിലെ പ്രശ്നം പരിഹരിക്കും. അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഞങ്ങൾ തരാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇസ്രായേലിൽ ഏതെങ്കിലും ലോകരാജ്യങ്ങളിലെ ഒരു രാജാവ് എന്നിട്ട് നിങ്ങൾക്ക് താമസിക്കാനുള്ള, നിങ്ങളുടെ ആരാധനയ്ക്കുള്ള സ്ഥലം അഥവാ യെരൂശലേം ദൈവാലയം വരുന്ന സ്ഥലം നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ യുദ്ധം അവസാനിക്കുക. അതിന് വേറെ ഒരു അപ്പീലും ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അങ്ങനെ ഒരാൾ എഴുന്നേക്കുന്നേ, അങ്ങനെയുള്ള എഴുന്നേക്കും ഈ പ്രശ്നം പരിഹരിക്കും. അങ്ങനെ പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പിന്നീട് മഹോദരകാലം മുഴുവൻ നിങ്ങൾ പിന്നെ പഠിക്കേ, ഇപ്പൊ നേരമില്ലല്ലോ. മഹോദരവ കാലഘട്ടത്തിൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ നയതന്ത്രജ്ഞനായ നേതാവിനെ ഇസ്രയേലും അംഗീകരിച്ചു. അങ്ങനെ ലോകം മുഴുവൻ സമാധാനമായി. അങ്ങനെ മുന്നോട്ട് വരുന്ന ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? യെരൂശലേം ദൈവാലയത്തിന്റെ ഉള്ളിൽ
പ്രതിമ സ്ഥാപിക്കും. ഉണ്ടോ? ആ പ്രതിമയെ നമസ്കരിക്കണമെന്ന് പറയുമ്പോഴാണ് ഇസ്രായേലിനെ പറ്റി അബദ്ധം അവർക്ക് മനസ്സിലാകുന്നത്. കാരണം ഏകസത്യ ദൈവത്തെ മാത്രം ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരായ ഇസ്രായേല്യർ ഒരു കാരണവശാലും അവർ ബിംബാരാധികളല്ല. അപ്പോൾ തന്നെ ആ ജെറുസലേം ദേവാലയത്തിൽ വെക്കുന്ന ബിംബം സംസാരിക്കുന്ന ബിംബമാണ്. അതിനെയാണ് മൃഗമെന്നും കള്ളപ്രവാചകനെന്നും ഉള്ള രണ്ട് നാമധേയം ബൈബിൾ ഉപയോഗിച്ചത്. അതൊക്കെ 12-ാം അധ്യായം 13-ാം അധ്യായമൊക്കെ നിങ്ങൾ വിശദമായിട്ട് വായിച്ചാൽ മതി. 13-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്, വ്യക്തമായിട്ട് കിടക്കുകയാണ്. മൃഗമാരാണ്, കള്ളപ്രവാചകൻ ആരാണ്, കൊണ്ടുവയ്ക്കുന്ന സ്റ്റാച്യു സംസാരിക്കുക. അല്ലോ, ആ ബിംബം സംസാരിക്കുക. എന്തുകൊണ്ട് ബിംബം സംസാരിച്ചുകൂടാ? സംസാരിക്കുന്ന കമ്പ്യൂട്ടറുകളല്ലേ ഈ ചാറ്റ് GPT-യും ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് ധാരാളമില്ലേ? നമ്മൾ ചോദിച്ചാൽ മറുപടി തരുമല്ലോ. ഏത് ചോദ്യം ചോദിച്ചാലാ മറുപടി തരാത്തത്? അങ്ങനെയെങ്കിൽ അതുപോലെ സിസ്റ്റം വെച്ചൊരു ബിംബം ഉണ്ടാക്കും. ആ ബിംബത്തോടെ നമ്മൾ ചോദിച്ചാൽ സംസാരിക്കും. സംസാരിക്കുന്ന ഒരു സ്റ്റാച്യു, ആ സ്റ്റാച്യു ആയിരിക്കും. അതിന്റെ മുമ്പിലാണ് ഇവരെല്ലാം നമസ്കരിക്കാനായിട്ട് പോകുന്നത്. മഹോദരകാലം നമ്മളവിടെ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളാരും ഇല്ലാന്ന്. നമ്മളെല്ലാവരും മധ്യാകാശത്തിലായിരിക്കും. നമ്മളാരും ഇവിടെ കാണില്ല. ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടം ശ്രദ്ധിക്കൂ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷ നടക്കുന്നത് മഹോപദ്രവത്തിന്റെ എൻഡിലാണ്. 7 വർഷം പൂർത്തിയാകുമ്പോഴാണ് യേശു ക്രിസ്തുവും അതെ നമ്മളും കൂടി ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഹർമഗദോൻ വാറാണ് ഇവിടെ നടക്കുന്നത്. ഉണ്ടോ? അപ്പോൾ കുതിരപ്പുറത്തിരിക്കുന്ന നമ്മളോടായിട്ട് ഈ യുദ്ധം മാറുന്നു. അതിന്റെ എൻഡിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ 11 കാര്യങ്ങൾ നിങ്ങൾ ഹൃദിസ്ഥമായെന്ന് കരുതുന്നുവെങ്കിൽ ഞാൻ അടുത്ത 12-ാമത്തെ ടോപ്പിലേക്ക് പോവുകയാണ്. ഓക്കെ, 12-ാമത്തെ കാര്യം, സൈറ്റനിക് ട്രിനിറ്റി. ഈ സാത്താൻ ഈ സമയത്തേക്ക് ഒരു തൃത്വത്തിലായിട്ട് വന്നു. ദൈവിക തൃത്വം ഉണ്ടല്ലോ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മൾ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് ഹൈന്ദവ തത്വശാസ്ത്രങ്ങൾ പറയുന്നു. അതുപോലെ സൈറ്റനിക് ട്രിനിറ്റി ഉണ്ട്. എന്താണ് ഈ സാത്താന്റെ തൃത്വം? ഓക്കെ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ചേ. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം പുകത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. നോക്കൂ, ഇവിടെ ഇരുവരെയും എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇരുവരെയും. അതാരൊക്കെയാണ്? മൃഗവും കള്ളപ്രവാചകനും. ഓക്കെ, അപ്പൊ മൃഗം, കള്ളപ്രവാചകൻ. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകൻ. അപ്പൊ ഈ കള്ളപ്രവാചകൻ ഒരു മതനേതാവാണ്. അപ്പൊ മതനേതാവായ കള്ളപ്രവാചകനും നയതന്ത്രജ്ഞനായ മൃഗവും. അപ്പൊ ഈ മൃഗത്തെ നമസ്കരിക്കുവാൻ മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ച, പ്രേരിപ്പിച്ച കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം തീപ്പൊയ്കയിൽ ഇട്ടു. ഇനി 20-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. ശ്രദ്ധിക്കൂ, അവിടുത്തെ പദം നിങ്ങൾ ഒന്നുകൂടെ ആ വചനത്തെ തന്നെ ഒന്ന് നോക്കിയേ. അവൻ എന്ന് പറഞ്ഞ ദൂതന്റെ കാര്യം 21-ലുണ്ട്. അനന്തരം ഒരു ദൂതൻ ആകാശത്തിന് താക്കോൽ ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം. ഈ 4 പര്യായ പദങ്ങളും അല്ലെങ്കിൽ 3 പര്യായ പദങ്ങൾ ഒരാളെ കുറിച്ച് മാത്രം പറഞ്ഞതാണ്. സാത്താനെ കുറിച്ച് മാത്രമുള്ള പര്യായ പദങ്ങളാണ് കേട്ടോ. സാത്താന്റെ പര്യായ പദമാണ് പിശാച്. അത് തന്നെയാണ് പഴയ പാമ്പ്, അത് തന്നെയാണ് മഹാസർപ്പം. അപ്പൊ തൃത്വത്തിലെ മൂന്നാമനെ പരിചയപ്പെടുത്തി. തൃത്വത്തിലെ 2 പേർ, 1 മൃഗം, 2 കള്ളപ്രവാചകൻ,
3 പിശാച്, അല്ലെങ്കിൽ സാത്താൻ, അല്ലെങ്കിൽ മഹാസർപ്പം, അല്ലെങ്കിൽ പഴയ പാമ്പ്. ഇതാണ് തൃത്വം. എന്താണ് തൃത്വം? 1 മൃഗം, 2 കള്ളപ്രവാചകൻ, 3 സാത്താൻ അല്ലെങ്കിൽ പിശാച്. ഇതാണ് സാത്താന്റെ തൃത്വം, സൈറ്റനിക് ട്രിനിറ്റി. പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി 10ാമത്തെ വാക്യം കൂടെ അഡ്വാൻസ് ആയിട്ടൊന്ന് വായിച്ചോളൂ. 22:10. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്ക് രാപകൽ ദണ്ഡനം സഹിക്കേണ്ടി. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തി പൊയ്കയിലേക്ക് തള്ളിയിടും. അപ്പോ തൃത്വം മനസ്സിലായല്ലോ. നമ്പർ 1 മൃഗം, നമ്പർ 2 കള്ളപ്രവാചകൻ, നമ്പർ 3 പിശാച്. ഇതാണ് സാത്താന്റെ തൃത്വം, സൈറ്റനിക് ട്രിനിറ്റി. അപ്പൊ സാത്താന്റെ എൻഡ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെയാണ്. അതുപോലെ സാത്താന്റെ യഥേഷ്ടപ്രവർത്തനമൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പം ആത്മനിറവിലൊക്കെ ചിലപ്പോ സാത്താനെ നിന്നെ പസഫിക് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് വിടുന്നെന്നും ഒക്കെ പറഞ്ഞൊക്കെ ശാസിക്കുക ചെയ്യുമായിരിക്കും. പക്ഷെ ബിബ്ലിക്കലി എനിക്ക് അറിഞ്ഞുകൂടാ. ബിബ്ലിക്കലി സാത്താന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട്, ഇന്നും ഉണ്ടെന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്പർ 13, 13ാമത്തെ കാര്യം, തിയോക്രാറ്റിക് കിങ്ഡം എന്ന് പറയും, അല്ലെങ്കിൽ മില്ലേനിയം, അല്ലെങ്കിൽ ദൈവാധിപത്യ ഭരണം എന്ന് പറയും. ഇനി മറ്റൊരു പദം പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ച, മറ്റൊരു പദം പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. രാജാധിപത്യം വഴിമാറി, ഓരോന്നോരോന്ന് വഴിമാറിപ്പോയി. ഡെമോക്രസിയാണ് ഇപ്പം ജനാധിപത്യം, അതാണ് ഇപ്പൊ നടക്കുന്നത്. ഡെമോക്രസിയും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനിയും ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നത് ദൈവാധിപത്യമാണ്. അതിന് പറയുന്ന പേര് തിയോക്രാറ്റിക് കിങ്ഡം എന്നാണ്. ഇറ്റ്സ് നോട്ട് ഡെമോക്രാറ്റിക് ബട്ട് തിയോക്രാറ്റിക്. ദൈവം ആധിപത്യം പുലർത്തുന്ന ഒരു ഭരണം, അതിനെയാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. ശ്രദ്ധി, ഈ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് നമ്മൾ ഒരു സൂചന അല്പം മുമ്പ് നമ്മൾ വായിച്ചിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടെന്ന് വായിച്ചു. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച്, ഒരു മില്ലേനിയത്തെ കുറിച്ച് അവിടെ ഒരു സൂചന തന്നു. 20-ാം അധ്യായം 2-ാം വാക്യത്തിൽ. ഇനി 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടിച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അപ്പൊ ഈ ഭൂമിയിൽ ഒരു 1000 ആണ്ട് വാഴ്ചയുണ്ട്. പ്ലീസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. 1000 ആണ്ട് വാഴ്ചയുണ്ട്. 1000 years reign, അല്ലെങ്കിൽ തിയോക്രാറ്റിക് കിങ്ഡം എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ഓൾറെഡി ഇവിടെ കർത്താവ് യേശു ക്രിസ്തു വന്നല്ലോ മഹത്വ പ്രത്യക്ഷതയിൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ഭൂമി നാളെ കത്തിച്ചാമ്പലായി പോവില്ല. അത് ഇറാൻ നിരോധിച്ചാലൊക്കെ ഭൂമി കത്തിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ ഭൂമി ഉടനെ കത്തിപ്പോകത്തില്ല. എപ്പോഴാ കത്തിപ്പോകുന്നതെന്ന് ഇച്ചിരി കഴിഞ്ഞ് പറഞ്ഞുതരാം. 1000 കൊല്ലം ഈ ഭൂമിയിൽ യേശു ക്രിസ്തു രാജാവായി ഒരു ഭരണം ഇവിടെയുണ്ട്. അതിനെയാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. ആ 1000 ആണ്ടിന്റെ പ്രത്യേകത, നമ്പർ 1, പിശാചില്ല. അവനെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി 4-ാമത്തെ വാക്യം നോക്കിയോളൂ. ഞാൻ ന്യായാസനങ്ങളെ കണ്ട് അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര ഇരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. നിങ്ങൾക്ക് ആ വാക്യം മനസ്സിലായോ? മഹോപദ്രവ കാലഘട്ടങ്ങളിലെ രക്തസാക്ഷികളെ കുറിച്ച് മാത്രമാണ് ആ വാക്യം പറഞ്ഞിട്ടുള്ളത്.
യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും തല ഛേദിക്കപ്പെട്ടവർ, രക്തസാക്ഷികൾ. മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവർ. മൃഗവും അതിന്റെ പ്രതിമയും ഏത് കാലഘട്ടത്തിലാണ് ഉള്ളത്? കൃപായുഗത്തിലെ സംഭവമല്ലിത്, മഹോപദ്രവകാലത്തിലെ സംഭവമാണ്. ശ്രദ്ധിക്കൂ, അങ്ങനെയുള്ള ഒരു ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് വാണു. 1000 ആണ്ട് വാഴ്ചയിൽ മഹോപദ്രവ കാലഘട്ടങ്ങളിലെ വിശുദ്ധന്മാർ 1000 ആണ്ട് വാഴ്ചയിലുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്നൊരു സംശയം ഉണ്ടാവും. സംശയം ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയാമോ? തെറ്റായി നമ്മൾ വചനം പഠിച്ചു വെച്ചത് കൊണ്ടാണ്. ഈ കാഹളം നൊണിച്ചു കഴിഞ്ഞാൽ പിന്നെ സഭ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പ്രവർത്തനവും ഇല്ല, ക്രിസ്തുവിന്റെ പ്രവർത്തനവും ഇല്ല, പരിശുദ്ധാത്മാവില്ല എന്നുള്ള അബദ്ധധാരണ നമ്മൾ വെച്ചു പുലർത്തിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ ധാരണ അങ്ങ് മാറ്റിയാൽ മതി. ആര് പറഞ്ഞു മഹോദരവ കാലത്തിലൂടെ സുവിശേഷീകരണം ഇല്ലെന്ന്? വേദപുസ്തകം പഠിക്കാൻ കൊണ്ട് പറ്റിയതാ. 6-ാം അധ്യായം 1 മുതൽ 18-24 വരെ നിങ്ങൾ ശാന്തമായി വായിച്ചു നോക്ക്. ഇവിടെ ശക്തമായ സുവിശേഷീകരണമുണ്ട്. 2 സാക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. 2 സാക്ഷികൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവരിവിടെ 3.5 കൊല്ലം പ്രസംഗിക്കുന്നുണ്ട്. എന്താ പ്രസംഗിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്ഷയെ കുറിച്ചാണ് അവർ പ്രസംഗിക്കുന്നത്. 144,000 പേര് മുദ്രയിട്ട് മാറ്റുന്നവരുണ്ട്. അവരിവിടെ ക്രിസ്തുവിന്റെ സാക്ഷികളാണ്. പിന്നെയുമുണ്ട് എണ്ണിക്കൂടാത്തൊരു പുരുഷാരം. അവര് കുരുത്തോലകളും പിടിച്ചുകൊണ്ട് എണ്ണിക്കൂടാത്തൊരു പുരുഷാരം. ഇവരെല്ലാം മഹോപദ്രവ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെടുന്നവരാണേ. തള്ളിക്കളയല്ലേ. മഹോദര കാലത്ത് രക്ഷയില്ലെന്നൊന്നും വിചാരിക്കരുത്. അന്നത്തെ കാലത്ത് രക്ഷയുണ്ട്. ഇനിയും ഇതും കൂടാതെ വീണ്ടും നിങ്ങൾ വായിച്ചു വന്നാൽ കാണാം, ആകാശത്തിലൂടെ പറന്ന് നടന്ന് ദൂതന്മാര് വിളിച്ചു പറയുന്നുണ്ട്, ഏക സത്യ ദൈവത്തെ നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുവീൻ, അവനിലൂടെ രക്ഷ പ്രാപിച്ചു കൊള്ളൂ എന്ന് സത്യസുവിശേഷം ഈ മാനവ ലോകത്തോട് ദൂതന്മാർ വിളിച്ചു ചൊല്ലുന്നുണ്ട്. ഇതെല്ലാം മഹോദരത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ മഹോദരവകാലത്ത് രക്ഷിക്കപ്പെടുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ നിങ്ങൾക്കൊരു സംശയം, അങ്ങനെയാണെങ്കിൽ സാറേ മഹോപദ്രവകാലത്ത് രക്ഷിക്കപ്പെട്ട പോരെ? ഉത്തരം ഞാൻ പറയാം. നമ്മുടെ മരണം എപ്പോ സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മഹോപദ്രവകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ജീവിച്ചിരിക്കുന്നെങ്കിൽ അന്ന് രക്ഷിക്കപ്പെട്ടാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ മരണം എപ്പോ സംഭവിക്കും. ഈ പ്രസംഗിക്കുന്ന, ഈ പഠിപ്പിക്കുന്ന ഞാൻ ഇത് പൂർത്തീകരിക്കണം നിർബന്ധമില്ലല്ലോ. ഈ നിമിഷം എന്റെ മരണം സംഭവിക്കാമല്ലോ, കുഴഞ്ഞു വീണു മരിക്കാമല്ലോ. അല്ല, ഒരു മിസൈല് വഴിതെറ്റി നേരെ തിരുവനന്തപുരത്ത് വന്ന് വീണാ പോലെ. ഞാൻ പറഞ്ഞത് എപ്പം വേണേലും മരണം സംഭവിക്കാം. അതുകൊണ്ട് മഹോദരകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്ന് യാതൊരു ഉറപ്പും നമുക്കില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ മാന്യ സഹോദര, മാന്യ സഹോദരി, നീട്ടിവെക്കല്, ഇപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടുകൊള്ളുക. ഓക്കെ, അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ മഹോപദ്രവ കാലഘട്ടങ്ങളിൽ മൃഗത്തെ നമസ്കരിക്കാഞ്ഞവർ, കണ്ടോ, കള്ളപ്രവാചന വാക്ക് കേൾക്കാഞ്ഞവർ, രക്തസാക്ഷികളായവർ, ക്രിസ്തുവിനെ അംഗീകരിച്ചവർ, ഇവരെല്ലാം 1000 ആണ്ട് വാഴ്ചയിലുണ്ട്. പിന്നെ പുതിയ നിയമസഭയുണ്ടല്ലോ. കാരണം എന്താ? യേശു ക്രിസ്തുവിന്റെ കൂടെ ഇറങ്ങി വന്നത് പുതിയ നിയമസഭയല്ലേ. അപ്പോ പുതിയ നിയമസഭയുണ്ട്, മഹോദരകാലത്തിലെ വിശുദ്ധന്മാരുണ്ട്, തീർന്നില്ല, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുണ്ട്. എന്താ കാരണം എന്നറിയാമോ? അതിന് വിശദീകരിച്ച് പഠിപ്പിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. യെശയ്യാപ്രവാചക പുസ്തകം വായിക്കണം. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത സന്ദേശമല്ലായിരുന്നു. 1000 ആണ്ട് വാഴ്ച ഇസ്രയേലിന് കൊടുത്തതായിരുന്നു. നിങ്ങൾ യെശയ്യാവായത്, യെഹെസ്കേലുവായത്, യിരെമ്യാവായത്, അവരോടെല്ലാം പറഞ്ഞത് നിങ്ങളുടെ പ്രതിസന്ധികൾ മുഴുവൻ മാറും. 1000 ആണ്ട് വാഴ്ചയുണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ എന്താണ് ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇവരെല്ലാം പ്രവചിച്ചു വെച്ചിരുന്നു. അന്ന് സൂര്യൻ 7 മടങ്ങ് വെളിച്ചം നൽകും, ചന്ദ്രൻ സൂര്യനെ പോലെ പ്രകാശിക്കും, ഭൂമി ഫലഭൂയിഷ്ഠതയായി മാറും. എന്തെല്ലാമാണ് 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്നത്. ഒരു മുന്തിരിക്കൊല നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. 2 പേരെ ഒരു കമ്പയിൽ വെച്ച് കെട്ടിയിട്ട് 2 പേരെ തോളിൽ എടുത്തോണ്ട് പോകണം.
അന്നത്തെ കാലത്ത് തിമിരമില്ല, അന്നത്തെ കാലത്ത് വെള്ളെഴുത്തില്ല, അന്നത്തെ കാലത്ത് അതെ തുള്ളിച്ചാടി നടക്കും. ഇതെല്ലാം യെശയ്യാവിന്റെ, യെരമ്യാവിന്റെ, യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകത്തിൽ 1000 ആണ്ട് വായിച്ച വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് യുദ്ധമില്ല, പ്രശ്നങ്ങളില്ല. മാത്രമാണോ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറയുന്നത് എന്നതാ? കുട്ടികൾ അണലിയുടെ പോതിങ്കൽ കളിക്കും, അണലിയും മനുഷ്യ കുഞ്ഞുങ്ങളും കൂടെ ഒരുമിച്ച് കളിക്കും, സിംഹവും പുള്ളിപ്പുലിയും ഒരുമിച്ച് മേയും ഉണ്ടോ, കുറുക്കനും അതെ കോഴിയും ഒരുമിച്ച് വസിക്കും, ഒരുമിച്ച് കിടക്കും. കുറുക്കന് ശൗര്യമില്ല, കോഴിയെ കൊല്ലത്തില്ല. ഒന്ന് ഓർത്തു നോക്കി 1000 ആണ്ട് വാഴ്ച. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേദപുസ്തകത്തിനെങ്കിലും വാക്യങ്ങൾ അറിയാമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ യെശയ്യാവിന്റെ ഒക്കെ പുസ്തകത്തിലൂടെ ഒന്ന് പരിധി നോക്കിയാൽ മതി. അവിടെ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. 1000 ആണ്ട് വാഴ്ച സൗഭാഗ്യത്തിന്റെ കാലമാണ്. 1000 ആണ്ട് വാഴ്ച സന്തോഷത്തിന്റെ കാലമാണ്. 1000 ആണ്ട് വാഴ്ച ഭൂമിയിൽ ഫലഭൂയിഷ്ഠത്തെ കാലമാണ്. 1000 ആണ്ട് വാഴ്ച ഇവിടെ മുള്ളും പറക്കാരുടെയും കാലമല്ല, സമൃദ്ധിയുടെ കാലമാണ്. അത് വർണ്ണിക്കാൻ പോലും പറ്റില്ല ഉണ്ടോ. 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് അതിമനോഹര ഗാനങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രയോ നല്ല ഗാനങ്ങൾ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായ ഗാനങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ അതെല്ലാം നമ്മളൊന്ന് ചേർത്ത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കാട്ടുപുലികളും ആട്ടിൻ കൂട്ടവും ഒന്നിച്ചുമേയും, കാട്ടുപുലികളും ആട്ടിൻ കൂട്ടവും ഒന്നിച്ചുമേയും, നാട്ടിലെല്ലാ നന്മകളും പുഷ്ടിയായി വർദ്ധിച്ചിടും, നാട്ടിലെല്ലാ നന്മകളും പുഷ്ടിയായി വർദ്ധിച്ചിടും, മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമ്മ നഞ്ഞിടുന്നഹോ. മനോഹര ഗാനങ്ങളുണ്ട്. വാളുകുന്തങ്ങൾക്കിൽ ലാവശ്യം കോഴൂക്കളാക്കി ചാലുപോകാൻ ആകും ആയവ, കോഴൂക്കളാക്കി ചാലുപോകാൻ ആകും ആയവ. മനോഹര ഗാനങ്ങൾ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചുണ്ട്. തന്നെയല്ല, നമ്മൾ പാടുന്ന കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ എന്നൊക്കെ ഒരു കർത്താവ് തൻ ഗംഭീരനാഥം എന്നുള്ള പാട്ടില്ലേ, അതിന്റെ നമ്മൾ പാടുമ്പോൾ ഈ മണ്ണിൽ ഉറങ്ങിയിടുന്ന വിശുദ്ധന്മാരും ജീവനോടെയുള്ള വിശുദ്ധന്മാരുടെ ഉത്പ്രാവണം നമ്മൾ പാടുന്നുള്ളൂ. അതിന് മുന്നോട്ടുള്ള ലൈനുകളൊക്കെ നോക്കണം. 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് എത്ര വിശദീകരിച്ചാണ് ഗാനം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീടുള്ള പാട്ടിൽ യേശു മഹോന്നതനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 1000 ആണ്ടു വസിക്കും അവനുടെ നാട്ടിൽ, എനിക്കാ ഒരുക്കിയ വീട്ടിൽ, യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ, മൽപ്രേമ കാന്തനെ കാണ. ഞാനധികം പാടത്തില്ല, കാരണം പാട്ടുവാനുള്ള കൃപ തമ്പുരാനിക്ക് നൽകിയിട്ടില്ല. പിന്നെ ജാനകിയൊക്കെ പാടുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് വളരെ വിശദമായിട്ട് ബൈബിളിലുണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ പഴയ നിയമവിശുദ്ധന്മാര് മുഴുവനുണ്ട്. 2 പുതിയ നിയമവിശുദ്ധന്മാര് മുഴുവനുണ്ട്. 3 മഹോദരോത്തര വിശുദ്ധന്മാര് മുഴുവനുണ്ട്. 4 മഹോദരവകാലത്തിലൂടെ മരിക്കാതെ വന്നവരെല്ലാം 1000 ആണ്ട് വാഴ്ചയിലുണ്ട്. സംശയം ഉണ്ടാകല്ലേ? ലോകത്തിലെ 1/3 ജനസംഖ്യ മാത്രമേ 1000 ആണ്ട് വാഴ്ചയിൽ മരിക്കത്തുള്ളൂ, മഹോദരകാലത്തിൽ മരിക്കത്തുള്ളൂ. അന്നുള്ള ജനസംഖ്യയിൽ 1/3 ജനസംഖ്യയെ മരിക്കുന്നുള്ളൂ. ബാക്കി 2/3 ജനസംഖ്യയും 1000 ആണ്ട് വാഴ്ചയിലുണ്ട്. ഓക്കെ, ഇനി 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. മരിച്ചവരിൽ ശേഷമുള്ളവരാരും 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം.
ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഓക്കെ, അപ്പൊ നിങ്ങൾ സംശയമായല്ലോ. സകല വിശുദ്ധന്മാരും, എന്റെ ഭാഷയിൽ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി ഇത് ഓരോ പോർഷൻ പറഞ്ഞത് ഏറ്റവും ലളിതമായി പറയാം. ഈ ആകാശ ഭൂമികളെ ദൈവം സൃഷ്ടിച്ച അന്ന് മുതൽ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നവരെ, യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരും മഹോദരവകാലത്തിൽ മരിക്കാതിരുന്ന അശുദ്ധന്മാരും ഈ 1000 ആണ്ട് വാഴ്ചയിലുണ്ട്. ഓക്കെ, നമ്പർ 7, വേഴ്സ് നമ്പർ 7. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. മതി 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 1000 ആണ്ട്, അത്ര ഞാൻ 1000 ആണ്ടിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ 1000 ആണ്ട് കഴിയുമ്പോൾ ഈ സാത്താനെ അഴിച്ചുവിടും. അപ്പൊ ശ്രദ്ധിച്ചേ, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന 2 വാക്കൂടെ പെട്ടെന്ന് പരിചയപ്പെടുത്താം. 3 വാക്ക്. 1 പ്രീ മില്ലേനിയൽ വ്യൂ, 2 പോസ്റ്റ് മില്ലേനിയൽ വ്യൂ, 3 അമില്ലേനിയൽ വ്യൂ. എന്ന് പറഞ്ഞാൽ പ്രീ മില്ലേനിയൽ, ഈ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് യേശു ക്രിസ്തു വരും എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. ഏത് വരവ്? രഹസ്യപരമല്ലിത്, പരസ്യപരവ്, പബ്ലിക് കമ്മിങ്. യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷമേ ഉള്ളൂ സഹസ്രാബ്ദ വാഴ്ച എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് ഇപ്പൊ വായിച്ചു കേട്ടത്. അപ്പോൾ തന്നെ പോസ്റ്റ് മില്ലേനിയൽ വ്യൂ പഠിപ്പിക്കുന്നവരുണ്ട്. അതായത് അങ്ങനെ യേശുവിന്റെ വരവൊന്നുമില്ല, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമേ ഉള്ളൂ യേശു ക്രിസ്തുവിന്റെ വരവെന്ന് പഠിപ്പിക്കുന്ന സമൂഹങ്ങളുണ്ട്. പോസ്റ്റ് മില്ലേനിയൽ വ്യൂ. 3ാമത്തെ ഒരു ഗ്രൂപ്പാണ് അമില്ലേനിയൽ വ്യൂ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, 1000 ആണ്ട് വാഴ്ച എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നല്ലോ. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ മുതൽ, അതെ, ഞാൻ എൻ്റെ സഭയെ പണിയെന്നൊക്കെ നേരത്തെ പറഞ്ഞു, ക്രൂശിൽ മരിച്ചു, ഇപ്പോൾ സകല നിവൃത്തിയായി, ടറ്റലസ്റ്റിയ എന്ന് പറഞ്ഞു. അതിനുശേഷം മർക്കോസിന്റെ മാറിയമുറിയിൽ കൂടിയിരുന്നവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സഭ ആരംഭിച്ചു. അന്ന് മുതൽ 1000 ആണ്ട് വാഴ്ച ആരംഭിച്ചു. അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു 1000 ആണ്ട് വാഴ്ച ഇല്ല. ഇതാണ് അമില്ലേനിയൽ വ്യൂ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കൂ. അപ്പൊ പ്രീ മില്ലേനിയൽ വ്യൂ ഉണ്ട്, പോസ്റ്റ് മില്ലേനിയൽ വ്യൂ ഉണ്ട്, അമില്ലേനിയൽ വ്യൂ ഉണ്ട്. ബട്ട് വാട്ട് വി ബിലീവ്, നമ്മൾ എന്ന് വിശ്വസിക്കുന്നു, സഹസ്രാബ്ദ വാഴ്ച ഇല്ലെന്ന് വിശ്വസിക്കുന്നവരല്ല, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം യേശു വരുമെന്ന് വിശ്വസിക്കുന്നവരല്ല, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത നടക്കും എന്ന് അടിവരായിട്ട് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം. അല്ല, ആരെങ്കിലും വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തപ്പെടണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, നമ്പർ 14, 14ാമത്തെ കാര്യം, ത്രോൺ ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ സിംഹാസനം. എന്താണ് ഈ തേജസ്സിന്റെ സിംഹാസനം? ശ്രദ്ധിക്കൂ. വെളിപ്പാട് 24 മുമ്പേ വായിച്ചാണെങ്കിലും ഞാൻ അന്നേരം എക്സ്പ്ലെയിൻ ചെയ്തില്ല. അവൻ ന്യായാസനങ്ങളെ കണ്ടു. വീണ്ടും വായിക്കണ്ട. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യം ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും. മതി മതി മതി. ഇവിടെ ന്യായാസനങ്ങളെ കണ്ടു. അപ്പൊ ഇവിടെ ഏതാ ഈ ന്യായാസനം? ഈ ന്യായാസനത്തിന്റെ പേരാണ് തേജസ്സിന്റെ സിംഹാസനം. അയ്യോ, അങ്ങനെ ഒരു സിംഹാസനം ഉണ്ടോ? ഉണ്ട്. ഇത് ഭൂമിയിൽ വയ്ക്കുന്ന സിംഹാസനമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് മധ്യാകാശത്തിൽ വയ്ക്കുന്നതാണ്. തേജസ്സിന്റെ സിംഹാസനം ഭൂമിയിൽ വയ്ക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വാക്യം വളരെ വേഗം ഒന്ന് വായിക്കുമോ? മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഓക്കെ, സംശയം മാറിയല്ലോ. മനുഷ്യപുത്രൻ തന്റെ വിശുദ്ധ ദൂതന്മാരുമായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഹൃദയത്തിൽ നിന്ന് അടിവരയിട്ട് പഠിച്ചേ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ഒലിവുമലയിൽ കാലുകുത്തുമ്പോൾ ഒലിവുമല രണ്ടായിട്ട് വിഭജിക്കുന്നു. അവിടെ ഒരു വലിയ താഴ്വര ഉണ്ടാകുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവിടെ സിംഹാസനസ്ഥനാകുന്നു. ഇനിയും യേശു മാത്രമാണോ സിംഹാസനം ഇരിക്കുന്നതല്ല. എന്താ തെളിവ്? യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം അവിടെ യേശുവിനോട് ഒരിക്കൽ ചോദിച്ചു, ഗുരു, ഞങ്ങൾ സകലതും വിട്ട് നിന്റെ പിറകെ വന്ന് ഞങ്ങൾക്ക് എന്നാ കിട്ടുമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ട്? യേശു പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ കാണാറിയാവല്ലോ. നിങ്ങളുടെ സകലതും വിട്ട്, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ അപ്പനെ, നിങ്ങളുടെ വസ്തുവിനെ, നിങ്ങളുടെ സകലതും വിട്ട് എന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് നിങ്ങൾക്ക് നഷ്ടമല്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്നെ പ്രതി എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് പ്രതിഫലം ഞാൻ ഈ ലോകത്തിൽ നിങ്ങൾക്ക് തരും. 2, ഇസ്രയേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കാൻ നിങ്ങൾ 12 സിംഹാസനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ സുഹൃത്തുക്കളെ? ഇതെപ്പോഴാ ഈ സിംഹാസനം കൊടുത്തത്? ഇപ്പോഴാ. യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക്, അപ്പസ്തോലന്മാർക്ക് സിംഹാസനങ്ങൾ നൽകുന്നു. ഇതാണ് തേജസ്സിന്റെ സിംഹാസനം. അത് ഭൂമിയിൽ വയ്ക്കുന്ന സിംഹാസനമാണ്. എപ്പോൾ? 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുൻപ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുൻപ് ആ സിംഹാസനത്തിന്റെ വിധിയിലൂടെയാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശനം നൽകിയത്. ഓക്കെ, അങ്ങനെ തേജസ്സിന്റെ സിംഹാസനം, തോൺ ഓഫ് ഗ്ലോറി. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനം വേറെ, തേജസ്സിന്റെ സിംഹാസനം വേറെ. ഇനി അടുത്തത് നമ്പർ 14 നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ 15 അത് നമ്മളിവിടെ വായിച്ചു. അതിനുശേഷം 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം എന്താണ് നടക്കുന്നത്? 8ാമത്തെ വാക്യം വായിച്ച് 28. അവൻ ഭൂമിയുടെ 4 ദിക്കുകളിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെട്ടു. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളഞ്ഞു. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. അപ്പൊ 7, 8, 9 അവിടെ വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടുന്നു. സാത്താൻ ഭൂമിയുടെ 4 ദിക്കിനുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടുന്നു. ദിസ് ഈസ് കോൾഡ് ഗോഗ് മാഗോഗ് വാർ. ഗോഗ് മാഗോഗ് വാർ എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ്. ഭൂമിയിൽ സമത്വസുന്ദര സഹോദര്യ ഭരണം കാഴ്ചവെച്ചു യേശു. ആ കാലഘട്ടം വർണ്ണിക്കാൻ നമുക്ക് പറ്റില്ല. ആ കാലഘട്ടത്തിന്റെ അവസാനവും ഒരു യുദ്ധപര്യവസായിയായി മാറുക. സാത്താനെ അഴിച്ചുവിട്ടപ്പോൾ, കാരണം അവന്റെ സ്വഭാവം അവനെ ത്യജിക്കാൻ കഴിയത്തില്ലല്ലോ. സാത്താന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയുമോ? സാത്താനെ അഴിച്ചുവിട്ടപ്പോൾ അവൻ ഓടിപ്പോയി. പിന്നെയും ഗോഗ് മാഗോഗ്, റഷ്യ, മോസ്കോ എന്നൊക്കെ ഗോഗ് മാഗോഗ് വാറിനെ കുറിച്ച് യഹസ്കേൽ 38, 39 അധ്യായങ്ങളൊക്കെ ഉണ്ട്. ഗോഗ് മാഗോഗ് വാർ. അവൻ അവരെല്ലാം വശീകരിച്ച് ശക്തീകരിച്ച് ഗോഗ് മാഗോഗ് വാറിന് വേണ്ടി തയ്യാറായി. എനിക്കറിയാം, ഞാനൊരു സഭയിൽ ഗോഗ് മാഗോഗ് വാർ പഠിപ്പിച്ചു. ഗോഗ് മാഗോഗ് വാർ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഞാനും എൻ്റെ സഹോദരന്മാരുടെ വീട്ടിൽ വിസിറ്റിങ്ങിന് പോയ സമയത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ വളരെ തമാശ പറയുന്ന വീട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, പാസ്റ്ററെ, ഈ ഞായറാഴ്ച പാസ്റ്റർ ഗോഗ് മാഗോഗ് വാർ ആണല്ലോ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇവിടെ ഗോഗ് മാഗോഗ് വാർ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഗോഗ് മാഗോഗ് വാർ, ഗോഗ് മാഗോഗ് വാർ. ഇത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന യുദ്ധമാണ് ഗോഗ് മാഗോഗ് വാർ. കഴിഞ്ഞ ദിവസം ഇറാന്റെയും ഇസ്രയേലിനെയും അമേരിക്കയും കൂടെ ചേർന്നുള്ള യുദ്ധവും ഇപ്പൊ നടക്കുന്ന യുദ്ധത്തെ കുറിച്ച് ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, സാറേ അല്ലെ പാസ്റ്ററെ, ഇത് ഹർമഗദോൻ വാറാണോ? ഞാൻ പറഞ്ഞു, ഹർമഗദോൻ വാർ അല്ല. ആണെങ്കിൽ ഞാനിവിടെ കാണുകയില്ലായിരുന്നല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ഹർമഗദോൻ വാർ അല്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അപ്പൊ നോക്കൂ, 15ാമത് ഇവിടെ ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യം ഗോഗ് മാഗോഗ് വാറാണ്. ഓക്കെ, 16ാമത്തെ കാര്യം
അതിപ്പോ നമ്മൾ വായിച്ചിരുന്നു ലാസ്റ്റ് ഭാഗത്ത്. ഭൂമിയിൽ പറക്കച്ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും എല്ലാം വളയും. നോക്കണം, പാളയത്തെയും പ്രിയ നഗരം എന്ന് പറയുന്നത് ജെറുസലേമിനെ കുറിച്ചാ. അപ്പൊ ജെറുസലേമിനെ വളയുന്നു സകല രാജ്യങ്ങളും വീണ്ടും. ഓ നോക്കിയേ, ഹർമഗദോൻ വാർ കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയുടെ എൻഡിൽ സാത്താനെ അയച്ചു വിടുമ്പം പിന്നെയും പ്രിയ നഗരത്തെ വളയുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ഇതാണ് പറഞ്ഞത് 16-ാമത്തേത്, ഫയർ ഓൺ ദി എർത്ത്. ഭൂമിയിൽ തീ ഇറങ്ങി വരികയാണ്. ഭൂമിയിൽ തീ ഇറങ്ങി വരിക. ഫയർ ഓൺ ദി എർത്ത്. ഓക്കെ, അതവിടെ വിശദമായിട്ടുണ്ട്. അവരെ മുഴുവൻ ദഹിപ്പിച്ചു കളയുന്നു. ഇനിയും നമ്പർ 17, എൻഡ് ഓഫ് ദി സൈറ്റാൻ. എൻഡ് ഓഫ് ദി സൈറ്റാൻ, സാത്താന്റെ അന്ത്യം. 20:10 വായിച്ചാണെങ്കിലും ഒരിക്കലും ഇവിടെ നിന്ന് വായിച്ചേരെ. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. മതിയല്ലോ, സാത്താന്റെ എന്റെ പിടി കിട്ടിയല്ലോ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് ദ എൻഡ് ഓഫ് ദി സൈറ്റാൻ. ഹാർമഗദോൻ വാറിന് ശേഷമാണ് തൃത്വത്തിൽ 2 എണ്ണമായ മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ച് തീപ്പൊയിടുന്നത്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് സാത്താനെയും കൂടെ പിടിച്ച് അതിനകത്ത് തന്നെ ഇടുന്നത്. ഓക്കെ, ദ എൻഡ് ഓഫ് ദി സൈറ്റാൻ. ദ എൻഡ് എന്ന് ചേർത്താലും കുഴപ്പമില്ല. ദ എൻഡ് ഓഫ് ദി സൈറ്റാൻ. ഓക്കെ, നമ്പർ 18, 18-ാമത്തെ കാര്യം. ഓക്കെ, 20:11 അടുത്ത വാക്യം. വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മതി, ഒന്ന് നിർത്തിക്കേ. വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയും. എന്തുവാണ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്? വെള്ള സിംഹാസന വിധി. ഇതിന്റെ പേരാണ് അന്ത്യന്യായ വിധി. ഇതാണ് ഫൈനൽ ജഡ്ജ്മെന്റ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയപ്പോ യേശു പറഞ്ഞ കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലേ? നമ്മളത് ശവടക്കിലൊക്കെ വായിച്ചു വിടും, ആരും ഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴിക വരുന്നു. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യനാശത്തിനുമായി പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ നിത്യജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് കർത്താവിന്റെ രഹസ്യ വരവെങ്കലാണ്. അതിനുശേഷം 7 വർഷത്തെ മഹോപദ്രവം, അതിനുശേഷം 1000 കൊല്ലത്തെ 1000 ആണ്ട് വാഴ്ച. അങ്ങനെയെങ്കിൽ 1007 വർഷത്തിന് ശേഷമാണ് ദുഷ്ടന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്. ആ ദുഷ്ടന്മാർ വരുന്ന അന്ത്യന്യായവിധിയുടെ പേരാണ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ള സിംഹാസന വിധി. വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ സന്നിധിയിൽ ഭൂമിയും ആകാശവും ഓടിപ്പോയി. വാത്സല്യ സഹോദരങ്ങളെ, അന്ത്യന്യായ വിധിയാണിത്. യെസ്, 12-ാമത്തെ വാക്യം. മരിച്ചവർ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കൊത്ത ന്യായവിധിയും ഉണ്ടായി. ഓക്കെ, അടുത്തോടെ വായിച്ചോ. 13-14. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കൊടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് വായിച്ചിട്ട് നമ്മളെ അകം പേടിക്കണം, ഭയക്കണം. മരിച്ചവർ ആപാദവൃന്ദം
സിംഹാസനത്തിന് മുമ്പ് നിൽക്കുന്നത് ഞാൻ കണ്ടു. വിശുദ്ധന്മാരല്ല, വിശുദ്ധന്മാർ മുഴുവൻ ഓൾറെഡി ഉയർത്തെഴുന്നേറ്റിട്ട് 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞതല്ലേ. പുസ്തകങ്ങൾ തുറക്കുന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല പ്രിയരെ. പുസ്തകങ്ങൾ എഴുതിയിരുന്നൊത്തോണം മരിച്ചവർക്ക് അവിടുത്തെ ന്യായവിധി ഉണ്ടായി. സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പിടികിട്ടാപ്പുള്ളികൾ മുഴുവൻ അവിടെ വരും. ഒരു പിടികിട്ടാപ്പുള്ളിയില്ല. നമുക്കറിയാം, ഈ സമീപകാലത്ത് ഒരു ഫ്ലൈറ്റ് പറന്നു പോയിട്ട് പെട്ടെന്ന് ഫ്ലൈറ്റ് കടലിലേക്ക് പോയിട്ട് ഇന്ന് വരെ 365 പേര് എവിടെയാണെന്ന് ശാസ്ത്രലോകത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടുപിടിച്ചാൽ കേട്ടോ? ഇല്ലല്ലോ. ഈ 365 പേരും ഇവിടെ കടലിനടി കിടപ്പുണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല. വലിയ അഗാധ ഗർത്തങ്ങളാണ്. ആ പ്ലെയിനിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ ഖണ്ഡങ്ങൾ കിട്ടിയിട്ടില്ല. സമുദ്രം തങ്ങളിലുള്ള മരിച്ചുപോയവരെ മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ പറഞ്ഞു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത് വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. മരണത്തിനും പാതാളത്തിനും ഒരു പേഴ്സോണിഫിക്കേഷൻ ഇവിടെ നടത്തുകയാണ്. അവകളെ തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. 15-ാമത്തെ വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയരെ, ആരും അങ്ങോട്ട് പോകത്തില്ല, തള്ളിയിടുകയാണ്. നോക്കണം, തന്റെ അരുമ ശിഷ്യന്മാര് യേശു ക്രിസ്തുവിന്റെ അരിക്കൽ ഒരിക്കൽ സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞു വന്നു. കർത്താവേ, ഞങ്ങൾ വളരെ സന്തോഷിക്കുകയാണ്. ഉടനെ അവരോട് പറഞ്ഞു, രോഗികൾ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലോ രോഗികൾ സൗഖ്യമാകുന്നതിലോ ഒന്നും നിങ്ങൾ സന്തോഷിക്കണ്ട. പറഞ്ഞോ, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീ. എന്റെ മാന്യ സഹോദരി സഹോദരന്മാരെ, ഞാനോ നിങ്ങളോ പ്രാർത്ഥിച്ച അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാ. നിങ്ങളോ പഠിപ്പിക്കുന്ന എന്നിലൂടെയൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. 8 വർഷം നടുവേദനയായിട്ട് കട്ടിലേന്ന് എഴുന്നേക്കാതെ കിടന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പം അദ്ദേഹത്തിന് ദൈവം 8 വർഷമായിട്ട് കട്ടിലേ കിടക്കുന്നയാളാണ്, എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. അതെ, അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവൃത്തികളോ നമ്മളിലൂടെ നടന്നോട്ടെ, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷേ ജീവപുസ്തകത്തിൽ പേരെഴുതിയില്ലെങ്കിൽ, സ്വർഗത്തിൽ പേരെഴുതിയിട്ടില്ലെങ്കിൽ നമ്മളും തീപ്പൊയ്കയിൽ തന്നെയാണ്. ഇന്നിപ്പോ ഇവിടെ വരെ ആയുള്ളൂ. 2-3 കാര്യങ്ങളുണ്ട്, ഞാനത് കാണിച്ചേക്കാം. ഇനി ഒരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. 20, 21, 22 ന്യൂ ഹെവൻ, പുതിയ ആകാശം. 21 ന്യൂ എർത്ത്, പുതിയ ഭൂമി. 22 ന്യൂ ജെറുസലേം. 23 ഇറ്റേണിറ്റി, നിത്യത. ഓക്കെ, ഇഫ് ഐ ഗെറ്റ് ടൈം ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, ഇനി സമയം കിട്ടിയില്ലെങ്കിലും ഇതാണ് ഇതിന്റെ ബാക്കി പത്രം. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ജെറുസലേം, നിത്യത. ഇത്രയും കാര്യങ്ങൾ ഇനിയും നടക്കാൻ പോവുക. 23 കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് ഒന്നാക്കിയെടുത്താൽ 23 കാര്യങ്ങൾ ഈ ഭൂമി ഇനി നടക്കാൻ പോവുക. അതാണ് വെളിപ്പാട് പുസ്തകം, അതാണ് തെസ്സലോനിക്ക ലേഖനം. വെളിപ്പാട് പുസ്തകത്തിന്റെ കണ്ടന്റ് അല്ലിത്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഇത്രയും കാര്യങ്ങളില്ല. പകരം ലോകത്തിന്റെ ഭാവിയാണ്. അത് പൊളൈൻ തിയോളജിയും അതിന്റെ പിന്നിലുണ്ട്, പൊളൈൻ എസ്കറ്റോളജി ഉണ്ട്. അതായത് തെസ്സലോനിക്ക ലേഖനം, കൊരിന്ത്യ ലേഖനം, അവിടെയൊക്കെ ലോകത്തിന്റെ ഭാവി എഴുതിയിട്ടുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ കണ്ട ദർശനമാണ്, ജോഹനായൻ എസ്കറ്റോളജിയാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് നമ്മൾ പഠിക്കുന്ന എസ്കറ്റോളജി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ.
ഹാൻഡ് ഓവർ ടു പാസ്റ്റർ ലാലു ജേക്ക്. പ്രൈസ് ലോർഡ്. ദൈവം സഹായിക്കട്ടെ. വെനസ്ഡേയും കൂടെ ക്ലാസ്സിനുള്ള സമയമുണ്ട്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. സമയമുണ്ടെങ്കിൽ വെനസ്ഡേ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചുവല്ലോ. പാസ്റ്റർ ജോമോൻ ചെറിയാൻ സൗദിയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചാട്ട്. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. നല്ല പിതാവേ, നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധാനത്തിൽ ഈ രാത്രികാലം ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ സ്വർഗമിരയാക്കി തീർത്തലിലെ കൃപകൾക്കുമായ സ്തോത്രം. അഗാപ്പെ ബൈബിൾ കോളേജിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രികാലം പ്രിയ കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന പഠനത്തിനായി ഞങ്ങൾക്ക് നീ ഒരുക്കിയ വലിയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസൻ കർത്താവ് ലാലു പാസ്റ്ററെ വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനിലൂടെ നടത്തപ്പെടുന്ന ഈ പ്രവർത്തനത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ എസ്കറ്റോളജിയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച 1000 ആണ്ടുവാഴ്ചയെക്കുറിച്ചും കർത്താവിന്റെ വെള്ളസിംഹാസനത്തെക്കുറിച്ചും ഒക്കെ പിശാചിന്റെ അന്ത്യനായ വിധിയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ രാത്രികാലവും നീ ഞങ്ങൾക്ക് ഇടയാക്കി തീർത്തല്ലോ. ഞങ്ങളുടെ വിശുദ്ധിയെ ഒന്നുകൂടെ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ഞങ്ങൾക്ക് അങ്ങയുടെ വരവ് വേഗത്തിലായി എന്നുള്ളതായി ബോധ്യത്തോടെ ഞങ്ങൾക്കായിരിക്കാൻ നീ ഞങ്ങളെ ഇടയാക്കി തീർക്കുന്ന ഭാഗ്യത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വചന പഠനമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തന്നെ ഒന്നുകൂടെ പുതുക്കി ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്കൊന്നുകൂടെ അടുക്കുവാൻ നീ ഞങ്ങളെ ഇടയാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ വലിയ പ്രാഗൽഭ്യമുള്ളവരെന്ന് പറയുന്നതിനെക്കാട്ടിലും അപ്പുറമായി ദൈവത്തിന് ഞങ്ങളുടെ മേൽ വസിപ്പാക്കാൻ തക്കവണ്ണം വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി ദൈവ പൈതങ്ങളായി ജീവിപ്പാൻ നീ ഞങ്ങളെ ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ തന്നെ ഒന്നുകൂടെ ക്രമീകരിച്ച് നിന്റെ സന്നിധാനത്തിലായിരിക്കാൻ നീ ഞങ്ങളെ ഇടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണം. ഇന്ന് രാത്രിയിൽ ദൈവവചന പഠനത്തിനായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ തരുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണം. ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകർ കടന്നു വന്ന് ദൈവവചനം പഠിക്കുവാൻ ഒക്കെ നീ ഇടയാക്കി തീർക്കുമാറാകണം. ഈ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനും ദൈവവചനത്തെ കൂടുതലായി വ്യാഗ്രതയുള്ളവരായി അതിനെക്കുറിച്ച് അറിവുള്ളവരായി ഒക്കെ തീരുവാൻ എന്റെ ദൈവം ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് ദുഷ്കാലമായിരിക്കാൻ പിശാച് അതിന്റെ മുഴുവലത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളാകുന്ന ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കർത്താവേ അതിനോട് എതിർത്ത് നിൽപ്പാൻ വേണ്ടുന്ന ഈ ദൈവികമായ ബലം നീ ഞങ്ങൾക്ക് നൽകി തരുന്നതിനായി സ്തോത്രം. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണം. മാനവും മഹത്വം അങ്ങ് എടുക്കണം. നന്മകൾ കൊണ്ട് നിറയ്ക്കണം. യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസരും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും പ്രത്യേകാരി ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസരോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.